ജിങ്കിച്ച ജിങ്ക് ജിങ്ക് ജാ. നമസ്കാരം പ്രേക്ഷകരെ. അങ്ങനെ തഗ് ലൈഫിന്റെ ആദ്യത്തെ പാട്ട് റിലീസായിരിക്കുകയാണ്. അതിന്റെ പാട്ടുകളുടെ വരി എഴുതിയിരിക്കുന്നത് കമൽഹാസനാണ്. നമ്മൾ ഇന്ന് ചെന്നൈയിൽ അതിന്റെ ഒരു പ്രസ് മീറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നേരെ വന്ന് ഈ വീഡിയോ ചെയ്യുകയാണ്. ആ പ്രസ് മീറ്റ് വളരെ വർണ്ണാഭമായ പ്രസ് മീറ്റ് ആയിരുന്നു. തഗ് ലൈഫിന്റെ അങ്ങനെ ആദ്യത്തെ പ്രൊമോഷൻ ഇവന്റ് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ആദ്യം പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ ഫസ്റ്റ് സിംഗിളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് സിംഗിൾ വളരെയധികം ട്രെൻഡിങ് ആകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇപ്പോൾ തന്നെ യൂട്യൂബ് ട്രെൻഡിങ് ലിസ്റ്റിൽ മുന്നിട്ട് നിൽക്കുകയാണ് ഈ പാട്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ, അതിൻ്റെ ഒരു വീഡിയോ, ഈ ലിറിക്കൽ വീഡിയോയുടെ ഇടയിലുണ്ട്. ഉറപ്പായിട്ടും ഇത് അടുത്ത ട്രെൻഡിങ് ആണ്. സാധാരണയായി ഇപ്പോൾ പല പാട്ടുകളും ഇതുപോലെ പാൻ ഇന്ത്യൻ സിനിമകളുടെയൊക്കെ ഇതുപോലൊരു ബിഗ് പോർഷൻ എടുത്ത് അവർ ലിറിക്കൽ വീഡിയോയുടെ ഇടയിൽ വെക്കും. എന്നിട്ട് ഇത് ഇൻസ്റ്റഗ്രാമിൽ ഈ ഹുക്ക് സ്റ്റെപ്പ് എടുത്ത് ട്രെൻഡിങ് ആക്കി മാറ്റുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് മാറാൻ പോകുന്ന ഒരു സിനിമയാണ് തഗ് ലൈഫ്. സോ ഇത് വളരെ സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു പാട്ടാണ്. കമൽഹാസനാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രസ് മീറ്റിൽ തന്നെ കമൽ സാർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ജിങ്കിച്ച എന്നാണ് ഇതിൻ്റെ പാട്ടിന് തുടക്കം. ഈ ജിങ്കിച്ച ഏത് ഭാഷ എന്ന് പോലും എനിക്കറിയത്തില്ല. ചൈനീസ് ആണോ ജാപ്പനീസ് ആണോ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്നുള്ളതാണ് കമൽ സാർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ഫണ്ണി ആയിട്ട് പ്രസ് മീറ്റിൽ വന്നിട്ടുമുണ്ട് അദ്ദേഹം പറഞ്ഞ ഈ വാചകങ്ങൾ. സോ ഈ പാട്ടാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഈ പാട്ടിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ പ്രസ് മീറ്റ് തന്നെ ഇത് അറേഞ്ച് ചെയ്തത്. അത് വളരെ മികച്ച രീതിയിലുള്ള പ്രസ് മീറ്റ് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ കമൽഹാസന്റെ ഒരു പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ് പറഞ്ഞിട്ട് അത് പൊളിറ്റിക്സ് അല്ല എന്നൊക്കെ കമൽ സാർ പറയുന്നുണ്ട്. അത് വളരെ രസകരമായിട്ട് തോന്നി. വളരെ ഫുൾ ഫോമായി നിൽക്കുന്ന കമൽഹാസനെയാണ് ഇന്നത്തെ പ്രസ് മീറ്റിൽ കണ്ടത്. വളരെ മിതഭാഷയിൽ സംസാരിച്ച സംവിധായകൻ മണിരത്നവും ജോജുവിന്റെ ഇടയ്ക്കുള്ള തമാശകളും തൃഷ വാസ് സോ ബ്യൂട്ടിഫുൾ. ചിമ്പു വന്ന് അഴിഞ്ഞാടുകയായിരുന്നു. ചിമ്പു ഫാൻസ് പ്രത്യേകിച്ച് ഇന്നത്തെ പ്രസ് മീറ്റിൽ വളരെയധികം റേജിങ് ക്രൗഡായിട്ട് തന്നെ മാറുന്നുണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് എല്ലാം കൊണ്ടും. ആൻഡ് ഇന്നത്തെ പ്രസ് മീറ്റ് ഇനി ജൂൺ 5 ചിത്രം റിലീസിന് എത്തുന്നത്. ആ പ്രസ് മീറ്റിനകത്ത് തന്നെയാണ് ഇവർ ഈ ഫസ്റ്റ് സിംഗിളും പുറത്തു വിട്ടിരിക്കുന്നത്. പക്ഷേ AR റഹ്മാന്റെ ഈ പാട്ടിനേക്കാൾ വരാൻ പോകുന്ന കുറെ സർപ്രൈസുകളുണ്ട് എന്ന് കമൽഹാസൻ പറയുകയും ചെയ്തു. ഈ ഒറ്റ പാട്ടല്ല, ഇതല്ലാതെ വേറെയും കുറെ പാട്ടുകൾ വരാനുണ്ട് എന്നുള്ളൊരു വലിയ സംഭവം വരാനുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. വിൻവിളി നായകൻ വരികയാണ്. ജൂലൈ 5 ആണ് ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ്. പ്രധാനമായും ഈ സിനിമയുടെ നമ്മളൊരു പോയിന്റ് സംസാരിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കകത്തുള്ള സ്റ്റാർ കാസ്റ്റ് ആണ്. ഇപ്പൊ അഭിരാമി, തൃഷ, ജോജു, STR, കമൽ സർ, അങ്ങനെ ഒരു വലിയ താരനിര ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നായകൻ എന്ന 1987 റിലീസ് ചെയ്ത ചിത്രത്തിന് ശേഷം 38 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് വരുമ്പോൾ എന്തോരം എക്സ്പെക്ടേഷൻ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. നായകൻ പോലൊരു കൾട്ട് ക്ലാസിക് ഫിലിം, അതിനുശേഷം ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമയായിട്ട് ഈ പടം മാറുകയാണ്. അപ്പം അതുണ്ടാക്കാൻ പോകുന്ന ഒരു ഹൈപ്പ്, ഓളം, അത് എത്രമാത്രമാണ്, വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പ്രൊമോഷൻ ഇവന്റ്സ് എത്രയാണ്. ഉറപ്പായിട്ടും ഈ ടീമിനി പല സ്ഥലങ്ങളിലും സന്ദർശിക്കാൻ പോകും, പല രാജ്യങ്ങളിലും പോയി വിസിറ്റ് ചെയ്യും. ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ കേരളത്തിലേക്കും വരും, എല്ലായിടത്തേക്കും വരും. ഇന്ന് തന്നെ പ്രസ് മീറ്റിൽ മാധ്യമപ്രവർത്തകർ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ എല്ലാവരും അണിനിരക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിട്ട് തന്നെ ഒരു തഗ് ലൈഫിന്റെ പ്രസ് മീറ്റ് മാറ്റുകയും ചെയ്തു. എന്തായാലും സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുകയും ചെയ്തു. എല്ലാ താരങ്ങളും അവരുടെ ഒരു വ്യൂ പോയിന്റിൽ സിനിമ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കമൽഹാസന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. സോ എക്സൈറ്റഡ്. ഈ സിനിമയുടെ ഔട്ട് കണ്ടിട്ട് കമൽഹാസൻ പറയുന്നത് ഇത് എന്തായാലും ഓടും, ഇതിന്റെ റൺ ഉറപ്പാണ്, ഇത് ഓടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എത്ര നാൾ ഓടും അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം ഞാനൊരു സിനിമ ആരാധകനാണ്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ നല്ലതാണോ മോശമാണോ എന്ന് തീരുമാനിക്കാനുള്ള ചിന്താശേഷി എനിക്കുണ്ട്. അതുകൊണ്ട് ഈ സിനിമ ഓടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവുമില്ല. അതോടൊപ്പം തന്നെ ഞാനും മണിരത്നവും AR റഹ്മാനും ഈ സിനിമ കണ്ടതാണ്. ഈ സിനിമയുടെ ഔട്ടിൽ ഞാൻ വളരെയധികം തൃപ്തനാണ് എന്നുള്ളതാണ് നായകൻ കമൽഹാസൻ പറയുന്നത്. നിർമ്മാതാവ് കൂടിയാണ് കമൽഹാസൻ. ഈ ചിത്രത്തിൽ RKFI ആണ് പ്രൊഡക്ഷൻ, രാജ്കമലിന്റെ പ്രൊഡക്ഷനും കൂടിയാണ് ഈ സിനിമ. അപ്പം കമൽഹാസൻ എന്ന നടനിൽക്കാളുപരി വിക്രം എന്ന സിനിമയിലൂടെ നിർമ്മാതാവ് കമൽഹാസൻ തിരിച്ചു വരികയും കൂടി ചെയ്യുന്നത് കൊണ്ട് അത് ആഘോഷമാക്കുകയാണ്. അതോടൊപ്പം തന്നെ ശിവകാർത്തികേയൻ ചിത്രമായ അമരനും നിർമ്മിച്ചത് RKFI ആണ്, രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ ആണ്. അപ്പോൾ
ഈ രണ്ട് സിനിമകളുടെയും ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങൾ, ഒരു നിർമ്മാതാവ് എന്ന രീതിയിൽ കമൽഹാസൻ ഉണ്ടാക്കിയ ഹൈപ്പ് ചെറുതൊന്നുമല്ല, ബോക്സ് ഓഫീസിൽ പണം വാരിയതും ചെറിയ തുകയൊന്നുമല്ല. അപ്പോൾ അതെല്ലാം തഗ് ലൈഫിലൂടെ ഒരു ഹാട്രിക് വിജയമാക്കി എടുക്കാനുള്ള ഒരു വിശ്വാസത്തിലും കൂടിയാണ് RKFI. അതിൻ്റെ എല്ലാ സന്തോഷങ്ങളും അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും നായകൻ കമൽഹാസന് ഉണ്ടായിരുന്നു ഈ പ്രസ് മീറ്റിൽ. അതോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന ഒരു ഹിന്ദി ഇമ്പോസിഷനൊക്കെ കൃത്യമായി തന്നെ ഒരു മറുപടി നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവസാനം പറയുന്നുണ്ട്, ഇത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല എന്ന് പറഞ്ഞാൽ പോലും അത് വളരെ എവിഡന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതും കമൽഹാസന്റെ വായിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ പ്രസ് മീറ്റിലെ ആദ്യത്തെ സെന്റൻസ് ആണത്. സിനിമയൊക്കെ രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആദ്യം പറയുന്നുള്ള കമൽഹാസന്റെ എപ്പോഴും ഉള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കൺവിക്ഷൻ അത് തന്നെയാണ് ഇതിലും കണ്ടത്. സോ ഗംഭീരമായ പ്രസ് മീറ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ അതിഗംഭീരമായ ആദ്യത്തെ പാട്ടും റിലീസ് ചെയ്തു. ഉറപ്പായിട്ടും ആ ഒരു ഹുക്ക് സ്റ്റെപ്പ് ഉണ്ട്, എനിക്കത് കാണിക്കാറിയില്ല, പക്ഷെ ആ ഒരു ഹുക്ക് സ്റ്റെപ്പ് എന്തായാലും വൈറലായി മാറും, ട്രെൻഡിങ് ആയി മാറും. അത് ഇനി വരും നാളുകളൊക്കെ ഇതിന്റെ റീലുകളൊക്കെ ആയിട്ട് പുറത്തു വരികയും ചെയ്യും. സോ ഇനി കാത്തിരിക്കുന്നത് AR റഹ്മാന്റെ മാജിക് എന്നാണ്. കാരണം AR റഹ്മാൻ മണിരത്നം ഒന്നിച്ചിട്ടുള്ള എല്ലാ സിനിമകളുടെയും മ്യൂസിക് അത്രമേൽ സംസാര വിഷയമായിട്ടുള്ള സിനിമകളാണ്. സോ അത് ഒന്നിക്കുമ്പോൾ, അവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ, അതിൻ്റെ കൂട്ടത്തിൽ കമൽഹാസൻ കൂടി വരുമ്പോഴേക്കും അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മ്യൂസിക്കൽ ഇമ്പാക്റ്റ് അതെത്രയാണ് എന്നുള്ളതൊക്കെ വരും നാളുകളിൽ കാത്തിരുന്ന് കാണാം.